everyone, higher education system എന്ന മൊഡ്യൂളിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റീസെൻറ്റ് എക്സാംസ് നിങ്ങൾ നോക്കിയാൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ യൂണിവേഴ്സിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജനറലി നമ്മൾ നെറ്റിന് വരുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ ഒന്ന് പരിശോധിക്കുമ്പോൾ പല ആളുകൾക്കും ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് അത് പേപ്പർ 1-ലാണെങ്കിലും പേപ്പർ 2-ലാണെങ്കിലും ഈ ഇയേഴ്സ് ഓർത്ത് വയ്ക്കുക, അതിനനുസരിച്ച് അത് ഓർഡർ ചെയ്യുക എന്നൊക്കെയുള്ളത് പലർക്കും ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റീനെ ബേസ് ചെയ്തിട്ടും ഇങ്ങനെ ക്രോണോളജി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അവർ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് തരും, എന്നിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അറേഞ്ച് ചെയ്യുമെന്നായിരിക്കും ജനറലി ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യും, ഓക്കെ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത് മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് ജനറലി ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു ഫാക്ടർ എന്താ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഏരിയയിൽ അല്ലെങ്കിൽ ക്രോണോളജി ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റീനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കുന്നൊരു ഏരിയയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഇയേഴ്സ് അറിയാതെയും നമ്മൾക്ക് ആൻസറിലേക്ക് വരാനായിട്ട് സാധിച്ചാലോ, അതിനെന്തെങ്കിലും ട്രിക്സോ അല്ലെങ്കിൽ ടാക്ടിക്സോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റീസെൻ്റ് നെറ്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും ഈ നമ്മൾ മെൻഷൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് മാത്രമേ ചോദിക്കൂ എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഒരു പരിധി വരെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു സ്കോപ്പ് അതിനകത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ആൻസർ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കില്ല. അപ്പോൾ ആ ഒരു ടാറ്റിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ശരിയായാലോ. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഇത് ജൂൺ 2023 എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1916 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ ഏതൊക്കെ ഓപ്ഷൻസ് നോക്കിയേ, ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി. 4 ഓപ്ഷൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം ഡിസംബർ 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ബോംബെ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഉത്കൽ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് ഈ 2023 ജൂണിൽ ചോദിച്ച ചോദ്യത്തിലുള്ള 2 യൂണിവേഴ്സിറ്റീസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ SNDT വിമൻ യൂണിവേഴ്സിറ്റിയും വീണ്ടും ആവർത്തിച്ച് 2023 ഡിസംബറിൽ ഈ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യനകത്തുണ്ട്. ഇനിയും ഇതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഈ ബോംബെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലും പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മീഷൻസ്, കമ്മിറ്റീസ് അങ്ങനെയുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏത് ഏരിയ സ്കിപ്പ് ചെയ്താലും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ക്വിക്ക്ലി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസ്, കമ്മിറ്റീസ്. അപ്പോൾ അതിനകത്ത് വുഡ്സ് ഡിസ്പാച്ച് വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള 3 യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ അതിനകത്തെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിൽ ഉണ്ടായ 3 യൂണിവേഴ്സിറ്റീസ് നമ്മൾ പഠിക്കാറുണ്ട്, കൽക്കട്ട, ബോംബെ, മദ്രാസ്. അപ്പോൾ അതിനകത്ത് ഈ ബോംബെ യൂണിവേഴ്സിറ്റി ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ അങ്ങനെ ചിന്തിച്ചാൽ ബോംബെ യൂണിവേഴ്സിറ്റി ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു അല്ലെങ്കിൽ അത് ഏത് വർഷം എസ്റ്റാബ്ലിഷ്ഡ് ആയി നമുക്കറിയാവുന്നതാണ്. അതുമാത്രമല്ല നിങ്ങൾ ഇനിയും ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്നുള്ളത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് നെറ്റ് എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ വെറുതെ റാൻഡംലി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ബോംബെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ നിങ്ങൾ ഓർത്തിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബോംബെ യൂണിവേഴ്സിറ്റി നമുക്കറിയാം, ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്, ആൻഡ് ഓൾസോ SNDT വിമൻ യൂണിവേഴ്സിറ്റിയും ആവർത്തിച്ച് വന്നിരിക്കുന്നതായിട്ട് കാണാം. അഗൈൻ മൂവിങ് ടു ജൂൺ 2024 എക്സാം, ഇവിടെയും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സാക്ട്ലി സെയിം ആണ്, ഓപ്ഷൻസിൽ മാറ്റമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതും 1916 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള
യൂണിവേഴ്സിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ട അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ ഓപ്ഷൻസിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി, ഈ 3 ഓപ്ഷൻസും എവിടെയുണ്ട്? ഈ ക്വസ്റ്റിനകത്തും ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയി. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഒരു പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ റെഗുലർലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അവർ ഫോക്കസ് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അടുത്തത് ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മളോട് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ എഗെയിൻ നമ്മൾ കണ്ടിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റീസ് ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി പാട്ന യൂണിവേഴ്സിറ്റി കണ്ടു, അത് ഓൾറെഡി ഇവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. SNDT വിമൻസ് യൂണിവേഴ്സിറ്റി ഓൾറെഡി ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ബോംബെ, കൽക്കട്ട, മദ്രാസ് എന്നീ യൂണിവേഴ്സിറ്റീസ് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളത് വുഡ്സ് ഡിസ്പാച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഇയർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ അതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഇഫ് യു ലുക്ക് ഇൻ ടു ദാറ്റ്, അതിനകത്ത് സിമിലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആവർത്തിച്ച് അവർ ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ എഗെയിൻ പറയുന്നത് ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് എല്ലാ തവണയും ചോദിക്കുന്നതെന്നല്ല. പക്ഷേ ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റീസ് നിങ്ങളുടെ ഓപ്ഷൻസിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ ഇയർ അറിയാമെങ്കിൽ തന്നെ ലോജിക്കലി ചിലപ്പോൾ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഇത് വർക്ക് ആവുമോ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൽ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ വരുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഈ പാറ്റേൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രയോജനം, എസ്പെഷ്യലി ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കിട്ടുന്നൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇഫ് യു ഫൈൻഡ് എ ക്വസ്റ്റ്യൻ വെറിൻ വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ ഇയേഴ്സ് ഇൻ വിച്ച് ദീസ് യൂണിവേഴ്സിറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്, ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ തന്നിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഇയർ എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് പിന്നീടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ അത് ആൻസർ കണ്ടെത്താനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് പ്രാക്ടിക്കലി എത്രമാത്രം നമുക്ക് ഹെൽപ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണ് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം സാമ്പിൾ ആയിട്ട് എടുത്ത ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1960? അപ്പോൾ നിങ്ങൾക്ക് ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. ഇതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് 1960 എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റീസും 1916 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ SNDT വിമൻ യൂണിവേഴ്സിറ്റി ശരിക്കും 1916 അത് ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും അത് ഒഫീഷ്യലി ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത് 1951 അപ്പോൾ 1916 അത് ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. എന്നാൽ 1951 അത് ഒഫീഷ്യലി ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കലി നമ്മൾ ഈ ഇയർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് എന്നാണ് ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ചിന്തിച്ചാൽ എപ്പോഴും നമ്മൾ SNDT വിമൻ യൂണിവേഴ്സിറ്റിനെ 1916 എന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് എക്സാമിൽ വരുന്ന ചോദ്യങ്ങളിലെല്ലാം SNDT വിമൻ യൂണിവേഴ്സിറ്റി 1916 എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എടുക്കുക. ഇത് ഞാൻ പറയാനുള്ള കാര്യം, നാളെ വേണമെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി ഫോർമലി എന്നാണ് ഒരു ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയതെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ്, UGCയുടെ ഒക്കെ യൂണിവേഴ്സിറ്റി ലിസ്റ്റൊക്കെ എടുക്കുമ്പോൾ ചില റെഫറൻസസിൽ 1951 എന്ന് SNDT വിമൻ യൂണിവേഴ്സിറ്റിയുടെ കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അത് ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി ആയത് ആ വർഷമാണെങ്കിലും ഇറ്റ് വാസ് ഓൾറെഡി ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1960. അപ്പോൾ SNDT വിമൻ യൂണിവേഴ്സിറ്റി 1916 മൈസൂർ യൂണിവേഴ്സിറ്റി 1916 ബനാറസ് യൂണിവേഴ്സിറ്റിയും 1916 അപ്പോൾ നമുക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഏതാണ്? ഡൽഹി യൂണിവേഴ്സിറ്റി. ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1922. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണിതെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ബേസിസിൽ എന്തൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ
എന്ത് ചെയ്യുക, ഇത് ഓരോന്നും നോട്ട് ചെയ്യുക. SNDT വിമൻ യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മൂന്നും 1916 ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1922. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ? BCD ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ അല്ലേ. അപ്പോൾ BCD നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1922 കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ കണ്ടു. SNDT വിമൻ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1916. ഇത് രണ്ടും നമുക്കറിയാം. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കിയേ. B എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. B is 3. And then we have D, SNDT വിമൻ യൂണിവേഴ്സിറ്റി that was established in 1916. ഈ കാര്യം വെച്ചിട്ട് നമ്മൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ B3 ആയിട്ട് വരുന്ന എത്ര ഓപ്ഷൻസാണ് നമുക്കുള്ളത്? 2 ഓപ്ഷൻസേ ഉള്ളൂ. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. അപ്പോൾ തന്നെ നമുക്ക് BD ഓപ്ഷൻസ് എന്ത് ചെയ്യാം? അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം ബിയും സിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. SNDT വിമൻ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1916 എന്ന് പറഞ്ഞാൽ D1 വരണം. സോ എയും സിയും നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ D1 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ആൻസർ ആയില്ലേ? അതായത് ഇതിന് മുമ്പ് നമ്മൾ കണ്ട ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ ഇയർ വെച്ചിട്ട് അടുത്ത ഒരു എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. സോ ഇതാണ് ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അല്ല, ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസും അതിൻ്റെ ഇയേഴ്സും ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് തന്നെ ചെയ്തോളൂ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം ഓർത്ത് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് സേഫാണ്. കാരണം നമുക്ക് എല്ലാം അറിയാമല്ലോ. അപ്പോൾ നമുക്കത് സേഫായിട്ട് ആൻസർ ചെയ്യാം. പക്ഷെ പലർക്കും ഇത്രയും ഈ യൂണിവേഴ്സിറ്റീസും ഇത്രയും ഇയേഴ്സ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി പലരും കാണിക്കാറുണ്ട്. അവിടെയാണ് ഇങ്ങനെയുള്ള എന്ത് മെത്തേഡാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവുന്നത് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾ നോക്കിക്കേ, ഡൽഹി യൂണിവേഴ്സിറ്റി 1922, SNDT വിമൻ യൂണിവേഴ്സിറ്റി ഓൾറെഡി അറിയാവുന്ന 1916 വെച്ചിട്ട് തന്നെ നമ്മൾ ആൻസറിലേക്ക് വന്നു. ഇനി നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്തൊരു കാര്യമായിരുന്നു, ഈ ബോംബെ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1857. വുഡ്സ് ഡിസ്പാച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആയിരുന്നു നമ്മളുടെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ. വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 3 യൂണിവേഴ്സിറ്റീസ്, കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഇത് നമുക്ക് ഓർത്തിരിക്കാമല്ലോ. ഈ 3 യൂണിവേഴ്സിറ്റീസും 1857 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. സോ ബോംബെ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി 1857. സോ A is 4. ആൻഡ് ഫൈനലി ഇതിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ഉത്കൽ യൂണിവേഴ്സിറ്റി. ദാറ്റ് ഇസ് 1943. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൊണ്ട് നമ്മളൊരു സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ യൂണിവേഴ്സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാം. സോ എന്തായാലും ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സോ ജൂൺ 2024 അഗെയിൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് വെർ സെറ്റപ്പ് ഇൻ 1916? സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ, പക്ഷേ ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻസ് നോക്കിയേ. Osmania University, then we have SNDT Women's University, Mysore University, Patna University, Banaras Hindu University. സോ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ ഓൾറെഡി ഈ ക്വസ്റ്റ്യനിലുള്ള 3 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ നമുക്കറിയാം. SNDT വിമൻസ് യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റിൽ കണ്ടു. മൈസൂർ യൂണിവേഴ്സിറ്റി നമ്മൾ ആ ക്വസ്റ്റിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 3 യൂണിവേഴ്സിറ്റീസ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിലുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ 3 യൂണിവേഴ്സിറ്റീസും 1916 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ വളരെ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. B, C and D will be the right answer. That is option B. Of course, option B ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം. ഓൾറെഡി ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതുകൊണ്ട് നിർത്തരുത്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 എക്സ്ട്രാ യൂണിവേഴ്സിറ്റീസ് കൂടി ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ SNDT വിമൻസ് യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇത് 3ഉം 1916 ഇപ്പം നിങ്ങൾക്ക് തറവായി. ഇനി അത് നിങ്ങൾ മറക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 യൂണിവേഴ്സിറ്റി കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ 2 യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. കാരണം ഒസ്മാനിയ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1918 ആൻഡ് പാട്ന യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1917. അപ്പോൾ ഈ 3 SNDT വിമൻസ് യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അത് 3ഉം 1916, പാട്ന യൂണിവേഴ്സിറ്റി 1917, ഒസ്മാനിയ യൂണിവേഴ്സിറ്റി
1918. അപ്പോൾ അടുത്തടുത്ത ഇയേഴ്സ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാനായിട്ട് പ്രയാസം ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നമ്മളോട് 1916 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഇനി നമുക്ക് ഓൾറെഡി അറിയുന്നത് വെച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് ഇത് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ്: SNDT വിമൻസ് യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി, പാട്ന യൂണിവേഴ്സിറ്റി, കൽക്കട്ട യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി. സോ ഈ ചോദ്യത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട്? നമ്മൾ സോഫാർ കണ്ട ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? SNDT വിമൻസ് യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അത് ഏത് വർഷമാണ്? 1916 പാട്ന യൂണിവേഴ്സിറ്റി ഇതിന് തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ നമ്മൾ കണ്ടു, ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1917. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ, കൽക്കട്ട യൂണിവേഴ്സിറ്റി, വുഡ്സ് ഡിസ്പാച്ച് ഓർക്കണം. കൽക്കട്ട യൂണിവേഴ്സിറ്റി ഏത് വർഷം എസ്റ്റാബ്ലിഷ്ഡ് ആയത്? 1857. എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്രോണോളജിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് ഈ അറിയുന്ന 3 ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഈ 3 ഓപ്ഷൻസിൽ ആദ്യം ഏതേ വരാൻ പാടുള്ളൂ? ആദ്യം ഡി വരണം, അല്ലേ? ആദ്യം ഡി, അതിനുശേഷം ഏത് വരണം? ഡി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ഇസ് ഓപ്ഷൻ എ, അല്ലേ? അതായത് ഡി എന്ന് പറയുന്ന കൽക്കട്ട യൂണിവേഴ്സിറ്റി വാസ് ഇൻ 1857. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ SNDT വിമൻസ് യൂണിവേഴ്സിറ്റി 1916, ദെൻ പാട്ന യൂണിവേഴ്സിറ്റി 1917. എന്ന് പറഞ്ഞാൽ ഓർഡർ ബാക്കി രണ്ടെണ്ണം അറിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഓർഡർ എങ്ങനെ വരാനായിട്ട് പാടുള്ളൂ? DAC എന്നേ വരാനായിട്ട് പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അലഹബാദും പഞ്ചാബും മാറ്റി വെച്ചു, അതറിയില്ല. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഓർഡർ വരേണ്ടത്? ആദ്യം കൽക്കട്ട യൂണിവേഴ്സിറ്റി 1857, അതിനുശേഷം നമുക്ക് അറിയുന്നത് വെച്ചിട്ട് SNDT വിമൻസ് യൂണിവേഴ്സിറ്റി 1916, ആൻഡ് ദെൻ കംസ് പാട്ന യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് ഇൻ 1917. അപ്പോൾ DAC എന്ന് വരണം. ഇനി നമുക്ക് ഇത് ലോജിക്കലി നമുക്ക് ഈ ഓപ്ഷൻസിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ACD ഓപ്ഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ACD ഓപ്ഷൻസ് എടുക്കുമ്പോൾ പാറ്റേൺ എങ്ങനെ വരണം? DAC എന്ന് വരണം, എന്നാലേ നമുക്ക് റൈറ്റ് ആയിട്ട് ക്രോണോളജി അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കിയേ ACD എന്നാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അത് വരില്ല എന്തായാലും. രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കിയേ CDA എന്നാണ് വന്നിരിക്കുന്നത്, CDA അതും വരാനായിട്ട് പോസിബിലിറ്റി ഉണ്ടോ? നമുക്ക് എങ്ങനെയാണ് വരണ്ടേ? DAC എന്ന് വരണം. ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, C ഓപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ CDA എന്നാണ് പാറ്റേൺ വന്നിരിക്കുന്നത്, അതും വരാനായിട്ട് പോസിബിലിറ്റി ഇല്ല. D ഓപ്ഷനിലേക്ക് നിങ്ങൾ വന്നേ, D ഓപ്ഷനിൽ വി ഹാവ് DAC. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അറിയാവുന്ന 3 യൂണിവേഴ്സിറ്റീസിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് അതെങ്ങനെ അറേഞ്ച് ചെയ്യാം നമ്മൾ ആലോചിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും ആ പാറ്റേൺ ആകെ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ D ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ എന്താണെന്ന് നോക്കാം. D ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമുക്ക് അറിയുന്നത് വെച്ചിട്ട് D ഓപ്ഷനാണ്, കാരണം D ഓപ്ഷനിലാണ് ആ DAC പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ACD ആണ്, ഇവിടെ CDA ആണ്, ഇവിടെയും നമുക്ക് CDA തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. DAC എന്ന് പറഞ്ഞ പാറ്റേൺ ഓപ്ഷൻ ഡിയിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ ഒരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ D ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഇയേഴ്സ് നോക്കിയിട്ട് ഇത് വർക്കാവൂ എന്നുള്ളത് നോക്കാം. ഓക്കെ, കൽക്കട്ട യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 1857, SNDT വിമൻസ് യൂണിവേഴ്സിറ്റി 1916, പാട്ന യൂണിവേഴ്സിറ്റി 1917. ഇൻ ബിറ്റ്വീൻ നമുക്കറിയാത്ത 2 യൂണിവേഴ്സിറ്റീസ് നമ്മളിവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഇൻ 1882, അലഹബാദ് യൂണിവേഴ്സിറ്റി ഇൻ 1887. സോ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്താൽ DEBAC എന്ന ആൻസർ വരിക. DEBAC is of course option D, so the right answer is option D. സോ എന്താ ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്? ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിനകത്ത് വരുന്ന യൂണിവേഴ്സിറ്റീസിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജനറലി ആളുകൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് കണ്ട് മാറ്റി വെക്കാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന കാര്യം, നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റീസും അതിൻ്റെ ഇയേഴ്സും പഠിക്കാൻ പറ്റുന്നവരാണ്, നിങ്ങൾക്ക് നല്ല മെമ്മറി കപ്പാസിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഇറ്റ്, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി. പക്ഷേ മിക്ക ആളുകൾക്കും ഇത്രയും യൂണിവേഴ്സിറ്റീസും അതിൻ്റെ ഇയേഴ്സൊക്കെ ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സ്മാർട്ട് പരിപാടി ഇതിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യുമെങ്കിലും ചെയ്യാം. ഇത്രയും യൂണിവേഴ്സിറ്റീസ് തന്നെ എല്ലാ തവണയും ആവർത്തിച്ച് ചോദിക്കണമെന്നൊന്നുമില്ല, മാറിയും മറിച്ചും ഒക്കെ വരാം. പക്ഷേ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ ആൻസർ ചെയ്യാനായിട്ട് ഒരു ട്രൈ എങ്കിലും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു
ട്രിക്കാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. ജനറലി ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം ഒരു സിമിലർ പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ഓപ്ഷൻസിൽ ഓൾറെഡി ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എഗെയിൻ ആൻഡ് എഗെയിൻ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുറേ യൂണിവേഴ്സിറ്റീസ് ഒന്നിച്ച് പഠിച്ചു വയ്ക്കുന്നതിനേക്കാളും ഈ ക്വസ്റ്റ്യൻസിലുള്ള വളരെ കുറച്ച് നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ കാണുന്ന യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുക, പഠിക്കുക, അതിൻ്റെ ഇയർ പഠിക്കുക. അതിന് പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ക്രൊണോളജിക്കലി ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് എഴുതി വെക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് പ്രോപ്പറായിട്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലൊന്ന് എഴുതി വെക്കുക. ആ സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിട്ട് പോവുക, ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന എക്സാംസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസും ഇയേഴ്സും വെച്ചിട്ട് ചിലപ്പോൾ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. എപ്പോഴും ഇത് വർക്ക് ആവുമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഒരു നല്ല ശതമാനവും നിങ്ങളുടെ ആൻസറിലേക്ക് എത്താനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു ടിപ്പ് കൊണ്ട് നിങ്ങൾക്ക് പോസിബിൾ ആവും. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു കാര്യം അവോയ്ഡ് ചെയ്യുന്നതിനേക്കാളും സ്മാർട്ടായിട്ട് എന്തെങ്കിലും ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. അതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. അപ്പോൾ ജനറലി നമ്മൾ നെറ്റിന് പഠിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദി എക്സാം പാറ്റേൺ ഇസ്, അല്ലെങ്കിൽ എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ, അല്ലെങ്കിൽ നമുക്കൊരു ഏരിയ തന്നെ എങ്ങനെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് അങ്ങനെ തന്നെ പഠിക്കണം. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് ചിലപ്പോൾ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം. ക്വസ്റ്റ്യൻ ടൈപ്സ് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള MCQs ഉണ്ടാവാം, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ, ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ആക്ച്വലി എന്ത് ചെയ്യാം, നമുക്ക് ചില പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ലോജിക് ഉണ്ട്, ആ ലോജിക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ നിങ്ങൾ കുറേ കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ദാറ്റ്സ് ദ ഫൗണ്ടേഷൻ. കോൺസെപ്റ്റ് ഇല്ലാതെ നമുക്കൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കോൺസെപ്റ്റ് ഇസ് ദ ഫൗണ്ടേഷൻ. പക്ഷേ അത് മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു അപ്രോച്ച് കൂടി ആപ്പിൾബിയുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആപ്പിൾബിയുടെ കോഴ്സസിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. സോ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെയും ടാക്കിൾ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവയർനെസ് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾബി അക്കാഡമിയുടെ പേപ്പർ 1 കോഴ്സസ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. വി ആർ പ്രൊവൈഡിങ് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ കോഴ്സസ്. സോ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.